വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഈ ഓർക്കിഡ് കുറച്ച് ദിവസമായിട്ടാണ് ഞാനിതൊന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. പുതിയ ഷൂട്ടൊക്കെ വന്നിട്ട് അത് പുറത്തേക്ക് തള്ളിയൊക്കെ നിന്ന് വേരുകളൊക്കെ പുറത്തേക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലെ കരികളൊക്കെ ഞാൻ എടുത്തു മാറ്റുകയാണ് കേട്ടോ. ഈ കരികൾ തന്നെയാണ് ഞാൻ റീപോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വേരൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇതിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ മെല്ലെ അതിങ്ങനെ അടർത്തിയെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ കരുതണത്. വേര് പൊട്ടാതെ അടർത്തിയെടുക്കുകയും വേണം. പക്ഷേ നല്ല ടൈറ്റിലിരിക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും അതിൻ്റെ വേര് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് മെല്ലെ മെല്ലെ അടർത്തിയെടുക്കാൻ നോക്കുകയാണ്. അടർത്തിയെടുക്കാൻ പറ്റാതെ കണ്ടപ്പോൾ ഞാൻ കത്രിക ഉപയോഗിച്ച് ഉണങ്ങിയ വേരുകളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനതൊന്ന് കട്ടാക്കിയെടുത്ത് മെല്ലെ അത് പുറത്തേക്ക് മെല്ലെ മെല്ലെ എടുത്തു കേട്ടോ. അപ്പോൾ വേരുകളൊക്കെ അതിൻ്റെ കരിയും അതിലുള്ള ഓടുകളും ഒക്കെ ഉള്ളത് കാരണം അത് വേരുകളൊക്കെ അതിൻ്റെ ഇടയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ള പോട്ട് മെല്ലെ മെല്ലെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ കരികളൊക്കെ ഒന്ന് അടർത്തിയെടുക്കണം. പക്ഷേ ഞാനിത് അടർത്തിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ, പുതിയ ഷൂട്ട് വന്നതിൻ്റെ വേരൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല കേട്ടോ, നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ കരിയൊക്കെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഫംഗസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കരികളൊക്കെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് സാഫ് ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടർത്തിയെടുത്ത പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മുറിഞ്ഞ ഭാഗത്തൊക്കെ സാഫ് തേച്ച് കൊടുത്തിട്ട് സാഫിൽ തന്നെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ സാഫ് ഇട്ടിട്ട് അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ വേറെ വേറെ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാൻ പുതിയ ഷൂട്ട് വന്നതാണ് കേട്ടോ പോട്ട് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയൊരു പോട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുത്. അതിലേക്ക് വെച്ചിട്ട് അതിൽ ഞാൻ കരി മെല്ലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. എന്നിട്ട് ഈ പോട്ടിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് കരികൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കരിയൊക്കെ നന്നായിട്ട് സാഫിലൊക്കെ ഇട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ. സാഫിലിട്ട് വെച്ചിട്ട് നമ്മൾ വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത കരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പോട്ടിലേക്ക് ഇത് വെച്ചിട്ട് സൈഡിലായിട്ടൊക്കെ ഓടിൻ്റെ പീസും കരിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാനിത് പോട്ട് ചെയ്തത്. മറ്റുള്ളതും അതുപോലെ തന്നെ പോട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഹാങ് ചെയ്തിട്ടുള്ളത് ഷെയ്ഡിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.